മൂത്രമൊഴിച്ചു. പരസ്യമായി റസൂലുള്ളാന്റെ നെറ്റിവെക്കുന്ന സ്ഥലം നോക്കി മൂത്രമൊഴിക്കുന്ന അറാബിനെ കണ്ടപ്പം മുഴുവൻ സഹാബാക്കളും ഊരിപ്പിടിച്ച വാളുമായി ഓടി വന്നിട്ട് പറഞ്ഞു, നബിയെ, സമ്മതം തന്നാൽ അവന്റെ പെരടി ഞങ്ങൾ വെട്ടും. അള്ളാന്റെ റസൂൽ പറഞ്ഞു, തൊടാൻ പാടില്ല അറാബിനെ. മുഴുവനും മൂത്രമൊഴിച്ച അറാബിനെ സുരക്ഷിതനായി പുറത്തെത്തിച്ച് അവനോട് പോയിക്കോളാൻ പറഞ്ഞ റസൂലുള്ള അകത്ത് വന്ന് സഹാബത്തിനോട് പറഞ്ഞു, ഓ, മൂത്രമൊഴിച്ച ഭാഗത്ത് കുറച്ച് മണ്ണ് നീക്കിയിട്ട് വെള്ളമൊഴിക്കണം. അതേ ലോകത്തിന്റെ ഹബീബായ തങ്ങള് മദീനത്തെ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോടൂ എന്ന് പറഞ്ഞത് ആരോടാണെന്നറിയോ? കുടുംബബന്ധം മുറിച്ച് പള്ളി കയറാൻ വന്ന, സ്വന്തം വാപ്പാന്റെ പെങ്ങളോട് പിണക്ക് കാണിച്ച് പള്ളി കയറാൻ വന്ന ഒരു സ്വഹാബിയോടാ. ആ സ്വഹാബി പിന്നീട് പറയുന്നുണ്ട്, ആ വാക്കെന്റെ നെഞ്ചിൽ തറയ്ക്കുകയും ഞാൻ എൻ്റെ അമ്മായിന്റെ അരികിൽ പോയി ബന്ധം ചേർത്ത് തിരിച്ചു വരികയും ചെയ്തു. ഇന്ന് നമ്മളെ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോടാന്ന് ഒരാളോട് പറയണമെങ്കിൽ പള്ളിയിൽ ജമാഅത്തിന് ചിലപ്പം ബംഗാളികളെ കൂട്ടിക്കൊണ്ടുവരേണ്ട അവസ്ഥയാവും. അത്രക്ക് മനുഷ്യന്മാര് തമ്മിൽ പിണക്കില്ല.